ഇന്നലെ ഇവള് ചോര കുടിക്കണ പോലെ നോക്കി നിൽക്കുമ്പോഴേ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വള്ളി കിട്ടുന്നു. ഗ്രിപ്പിട്ട് ഞങ്ങൾ ആക്സിലേറ്ററിന്റെ കേബിൾ അങ്ങ് പൊട്ടിച്ചു. നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നു. ഇന്നലെ എന്റെ ചങ്ക് ശരിക്കും എന്നോട് ഓൾ ദ ബെസ്റ്റ് തന്നെയാണോ പറഞ്ഞേ? വൈകണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. അഡ്ജസ്റ്റ്മെന്റിൽ ഞാൻ വണ്ടി ഓടിച്ച് അവിടെ എത്തിയപ്പോ അവര് പറഞ്ഞു, എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. വൈകിട്ടാകുമ്പോഴേക്കും നോക്കാം. ഇപ്പോ ഫ്രഷ് ആയിട്ട് പ്ലാസ്റ്റർ വെട്ടിയ കാലം വെച്ച് ഞാൻ വടക്കേ സ്റ്റാൻഡ് വരെ നടന്നു ഗൈസ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. പോക്ക് കണ്ടാത്തൊന്നും അടുത്ത ഫ്ലൈറ്റ് പിടിക്കാൻ പോണ പോക്കാന്ന്. ബസ് കയറാനാണ്. കാലത്ത് ഷോ ഇറക്കിന് എനിക്ക് ഇത് തന്നെ കിട്ടണം. അങ്ങനെ ബസ് കയറി ഇരിപ്പായി. എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. ഈ ഒരു അവസ്ഥയിലും സെൽഫി എടുക്കാനുള്ള മൂടൊക്കെ എവിടുന്ന് വരുന്നെന്തോ. ആരോട് പറയാൻ, ആര് കേൾക്കാൻ. കുറച്ചേരം തൃശ്ശൂർ വൈബൊക്കെ പിടിച്ചിട്ട് പാട്ട് കേട്ട് ചില്ലാവാന്ന് വിചാരിച്ചു ഞാൻ. അങ്ങനെ ബസ് ഇറങ്ങി അടുത്ത വണ്ടി പിടിച്ച്. അവരുടെയൊക്കെ സന്തോഷം കണ്ടിട്ട് എനിക്ക് ഇളകിയിട്ട് ഞാൻ ഭാര്യനെ ചൊറിയാൻ നോക്കിയപ്പോ അവള് തിരിച്ച്. ഒരുമാതിരി കുറ്റവാളികളോട് പെരുമാറുന്ന പോലെ ഒരു പെരുമാറ്റോ. വീട്ടിൽ വന്നിട്ട് കാല് ചൊറിഞ്ഞിട്ട് പിന്നെ എണ്ണതേപ്പായിരുന്നു. പണി കഴിഞ്ഞ് കിട്ടിയ കാലായിട്ടൊന്ന് എൻജോയ് ചെയ്ത് വരായിരുന്നു ഞാൻ മഴയത്ത്. അപ്പോഴണ്ടാ ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ ശിവനെ, ഇത് യാതില്ല. ഒരുപാട് നേരം കുളിക്കാൻ പറഞ്ഞിട്ട് കുളിക്കാത്തതിനുള്ള അമർഷണി കണ്ട് എന്തായാലും നനഞ്ഞു. എന്നാ പിന്നെ കുളിച്ചങ്ങ് കയറിയേക്കാം. കൊച്ചിനെ മര്യാദയ്ക്കൊന്ന് എടുത്ത് പിടിച്ചിട്ട് ഒരു മാസമായി. എന്നാ പിന്നെ അതിന്റെ കുറവങ്ങ് തീർത്തേക്കാന്നായി ഞാൻ. പെട്ടെന്ന് അവസാനിപ്പിച്ചപ്പോ അപ്പൂസന്റെ വക ചോദ്യം, എന്തു പറ്റി? ധൈര്യം ചോർന്നു പോയോ? ഏയ്, വല്ലതും ചോർന്നു പോയാൽ തടയാനൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയാ. അപ്പൊ ശരിയെന്നാ ഞാൻ പോകുന്നു. ബൈ ബൈ.